നമ്മുടെ കമ്പനിക്ക് പ്രൊഡക്റ്റ് ഇല്ല, മറ്റുള്ള കമ്പനികളുടെ പോലെ ചായപ്പൊടി മറ്റേതും വിൽക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ദുട്ട് പൈസയാണ് എന്ന്. മറ്റുള്ള കമ്പനിയുടെ സാധനം നിങ്ങൾ ടൺ കണക്കിനെടുത്ത് കൊടുത്താൽ എത്ര ശതമാനമാണ് പ്രോഫിറ്റ് കിട്ടുക എന്ന് നിങ്ങൾ അന്വേഷിക്കണം. ഒരു പേസ്റ്റ് വിൽക്കുമ്പോൾ ആ പീഡിയക്കാരനോ അല്ലെങ്കിൽ അത് കൊണ്ടു കൊടുത്ത പീഡിയക്കാരനോ ഒക്കെ എത്രയാണ് ശതമാനം ലാഭമെന്ന് നിങ്ങൾ അന്വേഷിക്കണം. വീണ്ടും പറയുന്നു, വെള്ളത്തിൽ എഴുതി കൂട്ടുന്ന കണക്കല്ല. അടുത്തുള്ള ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റുകളിൽ പോയിട്ട് ഇതൊക്കെ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ലാഭമെന്ന് അന്വേഷിക്കണം. എന്നിട്ട് വേണം തള്ളാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇത്ര 1000 സൂപ്പർ മാർക്കറ്റുകളുണ്ട് എന്നും അവിടെയൊക്കെ വലിയ വലിയ കച്ചവടമാണ് നടക്കുന്നതെന്നും അതിൻ്റെ പകുതി എടുത്തിട്ടാണ് നമുക്കിങ്ങനെ ലക്ഷങ്ങൾ, ഓരോരാൾ ചേരുമ്പോഴും ലക്ഷങ്ങൾ നമ്മുടെ അക്കൗണ്ടിൽ 5 വയസ്സുകാരന് 10 ലക്ഷം മാസം ലഭിക്കുന്നത് ഇങ്ങനെയാണെന്നൊക്കെ തള്ളാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചിട്ട് തള്ളണം. പിന്നെയുള്ളത്, ഇനി പല പ്രൊഡക്റ്റുകളുടെയും നിന്നും കൂടിയാണ് പ്രൊജക്റ്റുകൾ. പല പ്രൊജക്റ്റുകളുണ്ട്. ഒരു പ്രൊജക്റ്റ് പൊട്ടുമ്പോൾ അടുത്ത പ്രൊജക്റ്റ്, അങ്ങനെയാണല്ലോ നിങ്ങൾ പറയുന്നത്. OTT പൊട്ടുമ്പോൾ ക്രിപ്റ്റോ പൊട്ടുമ്പോൾ OTT, കൂപ്പൺ പൊട്ടുമ്പോൾ ക്രിപ്റ്റോ, അങ്ങനെയാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇതൊക്കെ പൊട്ടുമ്പോൾ എന്താ മാട്രിമോണിയിൽ എന്താണ് ഇവർ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. ഇനി ഇവരുടെ വല്ല സ്ത്രീധനം വാങ്ങിയിട്ടാണോ? സ്ത്രീധനത്തിൻ്റെ 30% നമുക്ക്, അങ്ങനെയൊക്കെയാണോ നിങ്ങളെ ഉദ്ദേശിച്ചത്? അപ്പോൾ പല പ്രൊജക്റ്റുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഏതൊക്കെ പ്രൊജക്റ്റാണ് റണ്ണിങ് ആണ് എന്ന് നിങ്ങൾ അന്വേഷിച്ച് പോകണം. അതിൽ നിന്ന് എത്ര എണ്ണം ലാഭത്തിൽ